കഴിഞ്ഞ ദിവസം ഈ ദൃശ്യം മാതൃഭൂമി ന്യൂസ് ആദ്യം പുറത്തുവിടുമ്പോൾ നമ്മളൊക്കെ തിരഞ്ഞ ആരായിരിക്കും എന്നാലും ഈ പ്രതി ആരായിരിക്കും ഈ മോഷ്ടാവെന്ന് നമ്മൾ തിരഞ്ഞ ആ മോഷ്ടാവ് ഇപ്പോൾ എന്തായാലും പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. റിൻജോ എന്ന് വിളിപ്പേരുള്ള റിജോ ആന്റണിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായിരുന്നു ഈ ദൗത്യം. തൃശൂർ റൂറലിന് കീഴിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിന്റെ ഭാഗമായി ചേർന്നാണ് ഇയാളെ പിടികൂടിയെന്നുള്ള കാര്യമാണ് നേരത്തെ റൂറൽ SP പറഞ്ഞത്. നമുക്ക് SP-യുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ആൾക്കറിയാം CCTV ഉണ്ട്. CCTVയിലെ ഐഡന്റിഫിക്കേഷനാണ് പോലീസ് പിടിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു തരത്തിലും ഐഡന്റിഫൈ ചെയ്തെന്നുള്ള വളരെ ശ്രദ്ധയോടെ മുൻകൂട്ടിയുള്ള കരുതലോടെ വെൽ പ്ലാൻഡ് ഓപ്പറേഷനായിരുന്നു അയാൾ ചെയ്തത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ ആ ബാങ്കിൽ വന്നു. ബാങ്കിൻ്റെ സിസ്റ്റം അല്ല അയാൾ കണ്ട് മനസ്സിലാക്കി. അതൊക്കെ അയാൾ അഡ്മിറ്റ് ചെയ്തു. ആ ബാങ്കിൽ ഉച്ചയ്ക്കുള്ള സമയം ആൾ കുറവാണെന്നും പൈസ ക്യാഷ് എവിടെയാണ് വിൽക്കുന്നതെന്നും ഇവരെ നമുക്ക് എങ്ങനെ മറ്റ് സ്റ്റാഫിനെ ഒഴിവാക്കി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അയാൾ വളരെ നന്നായിട്ട് പഠിച്ചു. പിന്നെ അയാളുടെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അയാൾക്കറിയാം. വാഹനം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പോലീസിന്, CCTV ഉണ്ടായിരുന്നു. നമ്പർ പ്ലേറ്റ് അയാൾ ചാലക്കുടി പള്ളി പെരുന്നാളിന് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കിൻ്റെ നമ്പർ, അത് ഈ നമ്മൾ പുഷ് ചെയ്യുന്ന ഞെക്കി വയ്ക്കുന്ന നമ്പർ പ്ലേറ്റ് ഉണ്ട് പുതിയ മോഡൽ, അതൊരെണ്ണം ഇളക്കിയിട്ടാണ് അയാൾ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ വളരെ കരുതലോടെ മുൻകൂട്ടി വെൽ പ്ലാൻഡ്. ഇനി അയാൾ ചെയ്ത പരിപാടി, വാഹനത്തിൻ്റെ റിയർ വ്യൂ മിറർ രണ്ടും അയാൾ മുൻകൂട്ടി ഊരി വെച്ചിട്ട് ഇവിടുന്ന് പോയപ്പോൾ ധരിച്ച ഡ്രസ്സ് മാറി രണ്ടാമത്തെ ഡ്രസ്സ് അയാൾ ഗ്ലൗസ് വരെ ഇട്ടു, ഫിംഗർ പ്രിൻ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി, ഒരു തരത്തിലുള്ള ഐഡൻറ്റിഫിക്കേഷനും കിട്ടാതിരിക്കാൻ വേണ്ടി. എല്ലാവർക്കറിയാം കണ്ണിൻ്റെ റെറ്റിന ഐഡൻറ്റിഫിക്കേഷൻ, വിരലിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ഫേഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ, വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ, ഇതെല്ലാം തന്നെ ഒരു തരത്തിലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾ ഓപ്പറേറ്റ് ചെയ്ത് ഡ്രസ്സ് ഐഡൻറ്റിഫിക്കേഷൻ അയാൾ ആദ്യം ഇട്ട ഡ്രസ്സല്ല, അങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ അയാൾ വഴി നല്ല ഡ്രസ്സ് മാറി, രണ്ടാമത്തെ ഡ്രസ്സ് ഇട്ടു. എന്നിട്ട് റൂട്ട് പ്ലാൻ ചെയ്തതുവരെ വളരെ ബുദ്ധിപൂർവ്വം ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞും മറിഞ്ഞും സാധാരണ നമ്മൾ പോകുന്ന സ്ട്രെയിറ്റ് റൂട്ട് വിട്ടു, ഒരു തരത്തിലും കിട്ടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ബാങ്കിൽ നേരത്തെ നല്ല ധാരണയുണ്ട്. അയാൾ ബാങ്കിൽ വന്നു, നമ്മൾ കണ്ടതുപോലെ തന്നെ ഓപ്പറേഷൻ, സംശയമൊന്നുമില്ല. അതേപടി അദ്ദേഹം പറയുന്നു, ചെയ്തത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു. എല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് എൻ്റെ വേറെ രസം, ഇയാൾക്ക് വേറൊരു ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട്. അയാൾ പറയുന്നു, എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഒരു ഫെഡറൽ ബാങ്കിലേ ഉള്ളത്. അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ സിസ്റ്റം അയാൾക്ക് നന്നായിട്ട് അറിയാം. ഉച്ചകാലത്ത് ബ്രേക്ക് ടൈം 2 to 2:30 അങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായെന്ന് അയാൾ പറയുന്നത്. 2 മുതൽ 2:30 ആരും കാണത്തില്ലെന്ന് അയാൾക്കറിയാം ഫെഡറൽ ബാങ്കിൽ. കാരണം അയാൾ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ആണ് അയാൾക്ക് അക്കൗണ്ട് ഉള്ളത്, ഇത് കോട്ടയിലെ ഫെഡറൽ ബാങ്കാണ്. പിന്നെ അയാൾ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങിയതിന് ശേഷം അയാൾ വഴി തിരിച്ചും മറിച്ചും റൂട്ട് ഡീവിയേറ്റ് ചെയ്തൊക്കെ പോയി. ഇട റോഡിലൊക്കെ അയാൾ പോയിട്ടുണ്ട്. അയാൾക്കറിയാം പോലീസ് ചെക്ക് ചെയ്യുമോ, വഴിയിൽ പോലീസ് ഉണ്ടാകാൻ സാധ്യതയുള്ള റൂട്ടെല്ലാം അയാൾ ഒഴിവാക്കി. പോയിട്ട് പോകുന്ന വഴിക്ക് അയാൾ വീണ്ടും CCTV ക്യാമറ ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരു സ്ഥലത്ത് പോയിട്ട് അയാൾ ഈ ഡ്രസ്സ് മാറി അയാൾ പുതിയ ഡ്രസ്സായി. ഇപ്പോൾ 3ാമത്തെ ഡ്രസ്സായി. ഓപ്പറേഷൻ ഇറങ്ങി 3ാമത്തെ ഡ്രസ്സ്, നമ്പർ പ്ലേറ്റ് എപ്പോഴും പഴയതാണ്. പിന്നെ ഇയാൾ ചെയ്തത് അവിടുന്ന് വീണ്ടും റിയർ വ്യൂ മിറർ പെട്ടെന്ന് ഫിറ്റ് ചെയ്യും. അത് ഒരു 400-500 മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ റിയർ വ്യൂ മിറർ ഫിറ്റ് ചെയ്തു. അപ്പോഴാണ് ഞങ്ങളുടെ ഒരു കൺഫ്യൂഷൻ. ഒരു വണ്ടി പോകുന്നു, നേരത്തെ കണ്ട വണ്ടി അല്ലല്ലോ, നമ്പർ പ്ലേറ്റ് ഉണ്ട്. നമ്പർ പ്ലേറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം വ്യാജ നമ്പറാണ്. ഞങ്ങൾ നമ്പർ പ്ലേറ്റൊക്കെ വെരിഫൈ ചെയ്യും. അങ്ങനെ ഒരു നമ്പർ ഇല്ല. അങ്ങനൊരു വണ്ടി ഈ എൻഡോർക്ക് എന്ന് പറയുന്ന സ്കൂട്ടറാണ്. TVSൻ്റെ എൻഡോർക്കിന് ഇല്ലാത്ത നമ്പറാണെന്ന് മനസ്സിലായി, വ്യാജ നമ്പറാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഡ്രസ്സ് ആദ്യം കണ്ട ഡ്രസ്സല്ല പിന്നെ കാണുന്നത്, കളറ് മാറി, ഡ്രസ്സ് മാറി, സ്യൂട്ട് മാറി. പിന്നെ പക്ഷേ ഷൂവിൻ്റെ അടിയിലെ ഒരു നമ്പർ, ഒരു കളറ് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഷൂവിൻ്റെ അടിയിലെ ആ കളറാണ് ഞങ്ങൾക്ക് ഒരു ഹിൻ്റായത്. പിന്നെ ഇയാൾ വീണ്ടും റൂട്ട് മാറ്റി എക്സ്ട്രീം ഇൻറ്റീരിയർ കുറേ പോയി, ഇറങ്ങിയിട്ട് വീണ്ടും അയാൾ ഹൈവേയിൽ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവം ചെയ്തതാണ്.
റൂറൽ എസ് പിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. തീർത്തും ബോധപൂർവം തന്നെ പോലീസിന്റെ മുൻപിൽ ഒരു തരത്തിലും പിടിക്കപ്പെടില്ല എന്നുള്ള അധിക ആത്മവിശ്വാസം ഈ പ്രതിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റെവിടേക്കും നാട് വിടാനോ ഒന്നും തയ്യാറാകാതെ ഈ കണ്ട വാർത്തകളൊക്കെയും മൊബൈലിലൂടെയൊക്കെ ഈ വാർത്തകൾ കണ്ടുകൊണ്ട് ഇതൊക്കെ കണ്ട് രസിച്ചിരുന്നത്. പക്ഷേ ഒടുവിൽ എല്ലാ കേസ് അന്വേഷണത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒന്ന് ശേഷിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു അവശേഷിപ്പായിരുന്നു. വസ്ത്രം മാറി കയ്യിൽ ധരിച്ചിരുന്ന കയ്യുറ വരെ ഇയാൾ മാറിയെങ്കിൽ പോലും, കണ്ണുകൾ മറയ്ക്കാൻ ഇയാൾ ശ്രമിച്ചെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ ഇയാൾ ഷൂ മാത്രം മാറിയില്ല. ഷൂവിന്റെ നിറമാണ് പോലീസിനെ പ്രതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. MS ലിഷോയും S രാഗിനും വിവരങ്ങളുമായി തുടരുകയാണ്. ലിഷോയ്, നമ്മൾ ഈ പ്രതിയെ പിടികൂടി എന്നുള്ള വാർത്ത, പട്ടാപ്പകൽ കവർച്ച നടത്തിയ പ്രതിയെ പിടികൂടി എന്നുള്ള വാർത്ത നമ്മൾ അറിഞ്ഞിട്ടൊരു 2 മണിക്കൂർ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സമയമാവുകയാണ്. ശരിക്കും എപ്പോഴാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നത്? എന്താണ് അതായത് പോലീസ് നമുക്ക് നൽകുന്ന വിവരങ്ങളിൽ കുറെ കാര്യങ്ങൾ, പരിമിതികളൊക്കെ ഉണ്ടാകുമെങ്കിലും എപ്പോഴാണ് ശരിക്കും ഇയാൾ പിടിയിലാകുന്നത്? അക്ഷയ, ഇന്ന് രാവിലെ നമ്മൾ നൽകിയൊരു വാർത്തയുണ്ട്. അതായത് പ്രതി തദ്ദേശീയൻ തന്നെ എന്ന് നമ്മൾ ബ്രേക്ക് ചെയ്തൊരു വാർത്തയുണ്ട്. അതിനുശേഷം ആ സമയത്തൊക്കെ തന്നെ നമ്മളുടെ തുടർച്ചയായ ലൈവുകളിലൊക്കെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതി ചാലക്കുടി പരിസരത്ത് തന്നെയുള്ള ഒരാളാണെന്നാണ്. കൃത്യമായി പോലീസിന് ഇന്ന് പുലർച്ചെയാണ് ആ വിവരം ലഭിക്കുന്നതും നമ്മൾ ഇന്ന് രാവിലെ അത് ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്നതും. അതിനുശേഷം ആ പരിസരത്ത് തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള സംഘം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പേരാമ്പ്ര ഭാഗത്തും ചാലക്കുടി ഈ പ്രതിയുടെ വീടിന്റെ പരിസരത്തും എല്ലാം തന്നെ വൻ പോലീസ് സന്നാഹം ആ മേഖലയിൽ ഉണ്ടായിരുന്നത് കണ്ടിരുന്നതാണ്. പക്ഷേ ആ ഒരു സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഈ സമയത്ത് ഇങ്ങനെ നിങ്ങൾ വാർത്ത കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രതി അത് അറിയാൻ സാധ്യതയുണ്ട്, അയാൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആ ഒരു സംഭവം മാത്രം നിങ്ങൾ കൊടുക്കരുത് എന്ന് പറയുകയും ചെയ്തു. നമ്മൾ ഉൾപ്പെടെ അത് കൊടുത്തില്ല. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ആ സമയത്ത് പക്ഷേ അത് നമ്മൾ നൽകിയില്ല. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടിയാണ് ആ പ്രതിയുടെ വീട്ടിൽ ചെന്ന് ഈ പോലീസ് സംഘം പിടികൂടുന്നത്. വലിയ ഒരു സംഘമായിരുന്നു. 35ഓളം പോലീസുകാർ അടങ്ങുന്ന ഒരു സംഘമാണ് പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി, ഈ ഒരു കേസ് തെളിയിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത്. ആ സംഘത്തിൽ 2 ഡിവൈഎസ്പിമാർ ഉൾപ്പെടെയുള്ള സംഘം അവിടേക്ക് ഈ പ്രതിയിലേക്ക് ഒടുവിൽ എത്തുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം ഏകദേശം 6 മണിക്ക് ശേഷമാണ് ഈ പ്രതിയുടെ വീട്ടിലെത്തി ഈ പോലീസ് സംഘം പിടികൂടുന്നത്. ആ പിടികൂടുന്ന സമയത്ത് അതിന് തൊട്ട് മുൻപ് വരെ പ്രതിയുടെ വീട്ടിൽ ഒരു യോഗം നടന്നിരുന്നു, അവരുടെ ഒരു കുടുംബയോഗം നടന്നിരുന്നു. ആ സമയത്തൊക്കെ തന്നെ പ്രതി അവിടെ ഉണ്ടായിരുന്നു. അതിന് മുൻപേ തന്നെ പ്രതി ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ മൊബൈലിലൂടെ ഇതൊക്കെ കാണുകയായിരുന്നു. ഈ പ്രതിയെ സംബന്ധിച്ച് അയാൾ വളരെയേറെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കുറ്റകൃത്യമാണ്. കാരണം ഇയാൾക്ക് ഏകദേശം 50 ലക്ഷത്തിന് അടുത്ത് കടമുണ്ടായിരുന്നു. 49 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു എന്നുള്ളതാണ് റൂറൽ SP അല്പസമയം മുമ്പ് പറഞ്ഞത്. ആ കടം വീട്ടുന്നതിന് വേണ്ടിയാണ് ഇയാൾ ഈ മോഷണം നടത്തിയത്. പക്ഷേ അയാൾക്ക് പറ്റിയ ഒരു പാളിച്ച എന്ന് പറയുന്നത്, ഇയാൾ എത്തിയ സമയത്ത് ഹിന്ദിയിൽ മാത്രമാണ് സംസാരിച്ചത്. ഹിന്ദിയിൽ സംസാരിക്കുക മാത്രമല്ല, അത് ഒരു ഹിന്ദിക്കാരനാണ്, അതായത് ഒരു ഇതര സംസ്ഥാനക്കാരനാണ്, ഒരു ഉത്തരേന്ത്യക്കാരനാണ് എന്ന് പോലീസിനെയും നാട്ടുകാരെയും ആളുകളെയും ബാങ്ക് ഉദ്യോഗസ്ഥരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ സംസാരിച്ചാണ്. പക്ഷേ പോലീസിന് ഇയാളുടെ ശരീരഭാഷയിൽ കൃത്യമായ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇയാളുടെ രണ്ടാമത് SP പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊരു മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ഇതായി പറയുന്നില്ല, പക്ഷേ ഇയാളുടെ കുടവയർ അതാണ് പോലീസിനെ ഇയാൾ മലയാളി തന്നെ ആണ് എന്നുള്ള ഒരു സംശയം ബലപ്പെടുത്തുന്നതിലേക്ക് എത്തിച്ചതെന്നാണ് SP അല്പസമയം മുമ്പ് പറഞ്ഞത്. അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി XY ഡയറക്ഷനിലൊക്കെ തന്നെ സഞ്ചരിച്ചു. അതായത് പോലീസിനെ പരമാവധി കബളിപ്പിക്കുന്നതിന് വേണ്ടി പല ഡയറക്ഷനുകളിൽ സഞ്ചരിച്ചു. സ്വന്തം ബൈക്കിലെത്തിയാണ് ഇയാൾ മോഷണം നടത്തിയതെങ്കിൽ പോലും ആ നമ്പർ പ്ലേറ്റ് ഇയാൾ മോഷ്ടിച്ചതാണ്. ചാലക്കുടി പള്ളിപ്പെരുന്നാൾ നടക്കുകയാണ്. ആ പള്ളിപ്പെരുന്നാളിനെത്തിയ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഊരിയെടുത്ത് ഇയാളുടെ നമ്പർ പ്ലേറ്റിൽ ഘടിപ്പിച്ചതാണ്. പക്ഷേ അതൊരു എൻടോർക്ക് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അല്ലായിരുന്നു എന്നുള്ളതാണ്. ഇയാളുടെ എൻടോർക്ക് സ്കൂട്ടർ ആയിരുന്നു. ആ സ്കൂട്ടറിൻ്റെ നമ്പർ പ്ലേറ്റ് അതിന് സമാനമായ മറ്റൊരു എൻടോർക്കിൻ്റെ നമ്പർ പ്ലേറ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് കൂടുതൽ കൺഫ്യൂഷനായി. അതിനുശേഷം ഇയാൾ 3 തവണ വസ്ത്രം മാറി. അതോടുകൂടി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മാക്സിമം ശ്രമം ഈ പ്രതിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലിഷോയിലേക്ക് മടങ്ങിയെത്താൻ രാഗിൻ കൂടി തുടരുന്നുണ്ട്. രാഗിൻ, ഇതാ നമ്മൾ ഇയാളുടെ ഏതൊക്കെ തരത്തിലാണ് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് അറിയേണ്ടത്, ആദ്യഘട്ടത്തിൽ തന്നെ 47 ലക്ഷം രൂപയിൽ നിന്ന് 15 ലക്ഷം രൂപ മാത്രം എടുത്ത് പട്ടാപ്പകൽ കവർച്ച നടത്തി മുങ്ങുന്ന ഒരു പ്രതി എന്തുകൊണ്ടാണ്? അതൊരു വിചിത്രമായി നമുക്ക് തോന്നിയ ആദ്യഘട്ടത്തിൽ അതാണ്. പക്ഷെ അതിനുള്ള മറുപടി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നൽകിക്കഴിഞ്ഞു. എന്തായാലും എന്താണ് ഈ റിജോ ആന്റണിയുടെ കഥ? എന്താണ്?
അതായത് പോലീസ് സംഘം ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പ്രാഥമികമായി പറയുന്നത് തൻ്റെ ഫസ്റ്റ് ക്രൈം ആണ് ഇതെന്നാണ്. പക്ഷേ ഫസ്റ്റ് ക്രൈം നടത്തുന്ന ഒരാൾ ഇത്രയധികം പ്ലാനിങ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഈ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ നടപ്പാക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പറയുന്നത് ഇയാൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എന്ന കാര്യവും കൂടി പോലീസ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ഇയാൾ ആരാണ്, അല്ലെങ്കിൽ ഇയാളുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇയാൾ ഗൾഫിലായിരുന്നു കുറച്ചുനാൾ. ഇയാളുടെ ഭാര്യ വിദേശത്തുമാണ്. അതിനുശേഷം 7 വർഷം മുൻപാണ് ഇയാൾ മടങ്ങിയെത്തിയത്. പക്ഷേ ഇവിടെ കുറച്ച് കടം ഇയാൾക്ക് ഉണ്ടായിരുന്നു. ഇയാൾ വലിയ വീട് വച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില കടങ്ങൾ ഒക്കെ ഇയാൾക്കുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തന്നെ നാട്ടിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഇയാൾ ഈ കടം കൂടിയ ഘട്ടത്തിൽ താൻ ഒരു തെഫ്റ്റ് നടത്താം, അല്ലെങ്കിൽ ഒരു കളവ് നടത്തി ഇത് പരിഹരിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ മൊഴിയായി കൊടുക്കുന്നത്. പക്ഷേ അതിലൊക്കെ തന്നെ കുറെ കാര്യങ്ങൾ മാറ്റിയും മറച്ചും ഒക്കെ തന്നെ പറയുന്നുണ്ട് എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. തുടർന്ന് മാസങ്ങൾക്ക് മുൻപേ ഒരു കളവ് നടത്താം, അല്ലെങ്കിൽ ഒരു തെഫ്റ്റ് നടത്താമെന്ന് പ്ലാൻ ചെയ്യുന്നു. ആ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന ഒരു 4 ദിവസം മുൻപാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ പ്രത്യേക ബാങ്ക് തിരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ ഇയാൾക്ക് അക്കൗണ്ട് ഉള്ളത് ചാലക്കുടിയിലെ മറ്റൊരു ഫെഡറൽ ബാങ്കിലാണ്. അവിടുത്തെ രീതി ഇയാൾക്കറിയാം. അതിനുശേഷമാണ് ഇയാൾ പോട്ടയിൽ ഇത്തരത്തിൽ ബ്രാഞ്ചിൽ പോകുന്നത്. അവിടെ വെള്ളിയാഴ്ച ദിവസം എങ്ങനെയാണ് 2 മുതൽ 2:30 വരെ ആളുകൾ ഉണ്ടാകില്ല എന്നറിയാം. അങ്ങനെയാണ് ഇയാൾ അവിടേക്ക് എത്തുന്നത്. അവിടേക്ക് എത്തുമ്പോൾ ഇയാൾ കൈ വരെ ധരിച്ച വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ മങ്കി ക്യാപ്പ് ഉണ്ട്, അതിന് മുകളിൽ ഹെൽമെറ്റ് ധരിക്കുന്നു. തുടർന്ന് വേഷം അല്ലെങ്കിൽ ദേഹം മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നു. ഒരു തരത്തിലും CCTV-യിൽ പെടരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ എത്തുന്നത്. അതിനുശേഷം എന്തുകൊണ്ട്, നേരത്തെ അക്ഷയ് ചോദിച്ചതുപോലെ, എന്തുകൊണ്ട് ആദ്യത്തെ കണ്ട 15 ലക്ഷം എടുത്തു എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന ഒരു മറുപടി അത് ഇതാണ്. അതായത് ആദ്യം കെട്ടിവച്ചിരിക്കുന്ന ബണ്ടിലെ നോട്ട് താൻ എടുത്തു, അതിനുശേഷം കൂടുതൽ നോട്ടുകൾ എടുക്കണമെങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷേ അവിടെ അത് 3 മിനിറ്റ് കൊണ്ട് നടപ്പാക്കി വേഗം പോവുക, അവിടെ കൂടുതൽ നിന്നാൽ അപകടമാണെന്ന തിരിച്ചറിവിലാണ് കിട്ടിയ പണം എടുത്തത്. അത് തന്നെ വലിയൊരു എമൗണ്ട് ഉണ്ടെന്ന് ഇയാൾക്ക് ബോധ്യമായിരുന്നു. അതിനുശേഷം നോക്കിയപ്പോഴാണ് ഏകദേശം 15 ലക്ഷത്തോളം രൂപയുണ്ടെന്ന് മനസ്സിലായത്. തുടർന്ന് അവിടെ എത്രയും വേഗം വളരെ സ്പീഡിയായിട്ട് അവിടെ എത്തി ഈ പ്ലാൻ നടത്തി വേഗത്തിൽ മടങ്ങുക എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യം. അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്ന് ഇയാൾക്ക് അറിയാമായിരുന്നു. ആളുകൾ ഒന്ന് പരിഭ്രാന്തരാകുന്ന ഘട്ടത്തിൽ, ജീവനക്കാർ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഒന്ന് പരിഭ്രാന്തരാകുന്ന ഘട്ടത്തിൽ വേഗം നടപ്പാക്കി മടങ്ങുക. അതുകൊണ്ടാണ് അത്രയും രൂപ എടുത്തത്. അല്ലെങ്കിൽ കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാൽ ചിലപ്പോൾ പിടിക്കപ്പെടുമോ എന്ന ഭയമായിരുന്നു എന്നാണ് ഇയാൾ പോലീസിന് നൽകുന്ന മൊഴി. അത് പ്രാഥമികമായ ഒരു ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മറ്റു പല കാര്യങ്ങളും പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. കാരണം അതിൽ കുറെ കൂടി ക്ലാരിറ്റി വരുത്താനുണ്ട്. കാരണം ഇത്രയധികം രീതിയിൽ ഒരു പട്ടാപ്പകൽ നടത്തിയ ഒരു തെഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. 2,90,000 രൂപ ഇയാൾ ഒരു കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. മറ്റ് പൈസയൊക്കെ ഇയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് നൽകുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ റിക്കവർ ചെയ്തെടുക്കണം. ഇയാളെ ബാങ്കിലടക്കം എത്തിച്ച് തെളിവെടുത്ത് നടക്കണം. മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളെ നാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും തുടർ നടപടികൾ. ആദ്യം ആസൂത്രിതമായി നടത്തിയ ഒരു കവർച്ച. പക്ഷേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊക്കെ പറയുന്നത് പോലെ റിജു ആന്റണിക്ക് അങ്ങനെ അധികം പല നാളൊന്നും പോലീസിനെ കബളിപ്പിച്ച് നടക്കാനായില്ല. 2 ദിവസം കൊണ്ട് 2 നാൾ കൊണ്ട് തന്നെ ഇയാൾ പോലീസിന്റെ പിടിയിൽ പെടുകയാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ പോലീസ് അതുപോലെ പറയുന്നുണ്ടെങ്കിൽ പോലും തീർത്തും അത് വിശ്വസിക്കുന്നില്ല, പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് പറയുമ്പോഴും ഇത്രമാത്രം ആസൂത്രിതമായി നടത്തിയിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മുൻപും ഈ തരത്തിലുള്ള കൃത്യങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ടോ, ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ചോദ്യങ്ങളായി തന്നെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ആ തരത്തിലേക്കൊക്കെ അന്വേഷണം നീളുകയും ചെയ്യും. എസ് രാഗിനും MS ലിഷോയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.